വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ USS എക്സാമിന് വേണ്ടിയുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മൾ ഇക്കൊല്ലം നേരിടാൻ പോകുന്ന മത്സര പരീക്ഷയാണ് നമ്മുടെ സ്വന്തം USS. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് അതിന്റെ മുന്നേ നമുക്ക് ക്രിസ്മസ് എക്സാം ഉണ്ട്. അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഒട്ടും ടൈം കളയാതെ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ ഷാഡോ ഓഫ് എ ട്രീ ബി സീൻ ഇൻ ദി മോർണിംഗ്? ഒരു മരത്തിന്റെ നിഴൽ രാവിലെ ഏത് ദിശയിലാണ് കാണപ്പെടുന്നത്? ഓക്കെ, അപ്പൊ ഷാഡോസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് അറിയാവോ? ലൈറ്റ് സോഴ്സ് എവിടെയാണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഷാഡോസ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ഏത് സമയത്ത് നടക്കുന്ന കാര്യമാണ്? മോർണിംഗ്, പകൽ സമയത്ത് നടക്കുന്നതാണ്. പകൽ സമയത്ത് സൂര്യൻ എവിടെയായിരിക്കും? യെസ്, പകൽ സമയത്ത് സൂര്യൻ എന്ന് പറയുന്നത് കിഴക്കാണ്, നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ നിഴൽ എവിടെയായിരിക്കും? ആ ഒരു ലൈറ്റ് സോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഇവിടെ ആയിരിക്കും ആ ഒരു ആളുടെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ ഷാഡോ ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ ലൈറ്റ് സോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? വെസ്റ്റ് ആണ്. അപ്പൊ ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? പടിഞ്ഞാറ് അല്ലെങ്കിൽ വെസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൈബ്രിഡ് സീഡ് ജ്വാലമുഖി ഈസ് എന്തിന്റെയാണ്? അതായത് ജ്വാലമുഖി എന്ന് പറയുന്ന സങ്കര ഇനം വിത്ത് ഏതിൻ്റെതാണ്? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ചില്ലിയുണ്ട്, അതുപോലെ ലേഡീസ് ഫിംഗർ ഉണ്ട്, നമ്മുടെ ചീരയുണ്ട്, സ്നേക്ക് ഗോഡ് ഉണ്ട്. ഏതിന്റെ ആയിരിക്കും നമ്മുടെ ജ്വാലമുഖി എന്ന് പറയുന്നത്? പലതരത്തിലുള്ള സങ്കര ഇനങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം, അവരുടെ പേരുകൾ നിങ്ങൾക്കറിയാം. അപ്പൊ കുറച്ചെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് ജ്വാലമുഖി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊന്ന് കണ്ടുപിടിച്ചേ. ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? യെസ്, ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. പച്ചമുളകിന്റെ സങ്കര ഇനം വിത്താണ്, ഹൈബ്രിഡ് സീഡാണ് നമ്മുടെ ജ്വാലമുഖി എന്ന് പറയുന്നത്. അപ്പൊ നെല്ലിന്റെയും പയറിന്റെയും പച്ചമുളകിന്റെയും വെണ്ടയുടെയും വഴുതനങ്ങയുടെയും തക്കാളിയുടെയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, മറന്നു പോകരുത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചുവപ്പ് നിറത്തിന്, അതായത് ചീരയുടെ ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള വസ്തു ഏതാണ്? ദ സബ്സ്റ്റൻസ് കോസ്ഡ് ദ റെഡ് കളർ ഓഫ് അമരാന്തസ്. ഏതായിരിക്കും ഈ റെഡ് കളറിന് കാരണം? ഏതായിരിക്കും? കരോട്ടിനുണ്ട്, സാന്തോഫിലുണ്ട്, ആൻഡോസയാനിനുണ്ട്, ക്ലോറോഫിനുണ്ട്. ഏതായിരിക്കും? ഉത്തരം അറിയാവോ? എത്ര പേർക്ക് അറിയാം എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ, ആൻഡോസയാനിൻ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ചുവപ്പ് നിറം എന്ന് പറഞ്ഞാൽ അത് ഏത് വർണ്ണകം അല്ലെങ്കിൽ ഏത് പിഗ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആൻഡോസയാനിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഓറഞ്ച് എന്ന് പറഞ്ഞാൽ, യെല്ലോയിഷ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കരോട്ടിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അതേസമയം സാന്തോഫിൽ എന്ന് പറഞ്ഞാൽ ഏത് കളറുമായിട്ട് ബന്ധപ്പെട്ടതാണ്? യെല്ലോ കളറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മൾ ആൽഫബറ്റ് പറയുന്ന സമയത്ത് X, Y, Z എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ X എന്ന് പറയുന്നത് സാന്തോഫിനാണ്, Y എന്ന് പറയുന്നത് യെല്ലോ കളറാണ്. അങ്ങനെ ആലോചിച്ച് നോക്കാം. ഇനി നിങ്ങളിപ്പം കരോട്ടിൻ എഴുതുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ലെറ്റർ ഏതാണ്? സി ആണ്. അപ്പൊ സീനെ നമ്മളൊന്ന് കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ അത് എന്തായി? O ആയിട്ട് മാറി. അതായത് കരോട്ടിൻ എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ്. അങ്ങനെയുള്ള കുട്ടി കുട്ടി ഷോർട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിറർ ഇസ് 60, then നമ്പർ ഓഫ് ഇമേജസ് വിൽ ബി. രണ്ട് ദർപ്പണങ്ങളുടെ ഇടയിലുള്ള കോണാണ്, കോളല്ല. ഓക്കെ, കോൺ 60 ഡിഗ്രി ആണ്. അപ്പോഴുണ്ടാവുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ഒരു ഇക്വേഷൻ ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. 360 ഡിവൈഡഡ് ബൈ X മൈനസ് 1. ഇവിടെ X എന്ന് പറയുന്നതാണ് ആംഗിൾ ബിറ്റ്വീൻ മിറർ. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ആംഗിൾ എത്രയാണ്? 16 ഡിഗ്രിയാണ്. X എന്ന് പറയുന്നത് 16 ഡിഗ്രിയാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് മക്കൾ എന്ത് ചെയ്യുക? പറഞ്ഞു തരിക, കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ USSന് വേണ്ടി നിങ്ങൾക്കായിട്ട് അടിപൊളി ബാച്ച് ഉണ്ട്, നമ്മുടെ സ്വന്തം അവഞ്ചേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾ മറന്നു പോവരുത്. അപ്പൊ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കാണ് അവഞ്ചേഴ്സ്. അതുകൂടാതെ നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ നമ്മുടെ 4ാം ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്ക് പ്രാണ ബാച്ചും
5ാം ക്ലാസ്സിൽ അവർക്ക് പൃഥ്വി ബാച്ചും 6ാം ക്ലാസ്സിൽ അവർക്ക് വജ്ര ബാച്ചും ഒക്കെയുണ്ട്. USSനായിട്ടുള്ള ഫ്രീ ബാച്ചും നമ്മൾ ഇതാ കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഈ ഒരു സ്ക്രോൾ കാണുന്നുണ്ട്, അതിനകത്തൊരു കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ വേഗം വിളിച്ച് അന്വേഷിക്കുക കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും all the very best and thank you so much. നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.